വെൽക്കം ടു ട്രാവൽ ഇറ്റ് പൈസനീൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഹൽഗാമിലേക്കുള്ള യാത്രയിലാണ്. പഹൽഗാമിലേക്കുള്ള യാത്രയിൽ വളരെ രസകരമായൊരു തടാകം കണ്ടു. ഇവിടെയൊക്കെ മഞ്ഞ് മൂടാറുള്ളതാണ്, പക്ഷേ മഞ്ഞ് മൂടിയിട്ടില്ല. ഓക്കെ സോറി, അരുവിയാണ്. അപ്പോൾ അരുവി ഇന്ന് മഞ്ഞ്, പക്ഷേ അവിടെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത്ര മുകളിലേക്ക് അടുത്തൊന്നും അറിയില്ല, പക്ഷെ നമ്മൾ പോകും. എല്ലായിടത്തും നമ്മൾ പോയൊക്കെ ഉണ്ട്. എന്നാ പോയോക്ക. എല്ലാ വണ്ടിയും ചെറിയ രീതിയിൽ ഐസായിട്ടുണ്ട്. ഇനി വീഡിയോ എടുത്ത എൻ്റെ കൈ ഐസാവും, അരുവിക്കുണ്ട്. അപ്പോൾ പിന്നെ വരാം. ഗൈസ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ബായ് അസ്സലാമു അലൈക്കും. ഓക്കെ, നമ്മളെ ഇവിടുത്തെ ലോക്കൽ ഹരീഷ കഴിക്കാൻ വേണ്ടി പോവാണ്. കാശ്മീരി ഹരീഷ. അത് കഴിഞ്ഞു, അതെ റീൽസ് നിങ്ങൾ കണ്ടു. അപ്പോൾ അത് കഴിക്കാൻ പോവാണ്. പിന്നെ അത് കഴിഞ്ഞ് പെൽഗാമിൽ എന്നത്തെ ഡെസ്റ്റിനേഷൻ പെൽഗാമിലേക്കാണ് പോകുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ട്? 100 കിലോമീറ്റർ. അതുണ്ട് ശ്രീനഗർ നമ്മുടെ റൂമിൻ്റെ അടുത്തുനിന്ന് 100 കിലോമീറ്റർ. ഇന്നലെ പോയമാതിരി സോൻമർഗിലേക്ക് പോയമാതിരി എല്ലാം ഇവിടുന്ന് 100 കിലോമീറ്ററാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് നമുക്ക് ഹരീഷ കിട്ടുന്ന സ്ഥലം. ഇവിടെയാണ് ഹരീഷ കിട്ടുന്ന സ്ഥലം. അസ്സലാമു അലൈക്കും. വെൽക്കം. ഓക്കെ 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 ഓക്കെ. ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. മുകളിലേക്ക് പോകാൻ പറഞ്ഞു, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ്. അവിടെ നമ്മൾ കഴിക്കാൻ പോണ് ഹരീഷ. ഇതാണ് നമ്മൾ റീല് കണ്ടുവന്ന സാധനം, കാശ്മീരി ഹരീഷ. ഇത് കാശ്മീരി റൊട്ടി. ഇതാണ് ആ സാധനം. അതാണ് ഇതിന് പറയുന്ന പേര്. നമ്മൾ കാശ്മീർ ഹരീഷയാണത്. ഇതിങ്ങനെ മട്ടൺ ഹരീഷ. നമുക്ക് ചായ ഉണ്ട്, ചായയിൽ ഉപ്പാണ്. നമുക്ക് ടീ എന്നാണ് ഇതിന് പറയാ. ഓക്കെ, കാശ്മീരി ഹരീഷ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാശ്മീർ ശ്രീനഗറിൽ വരുന്നവരെല്ലാം മസ്റ്റ് ട്രൈ ആയി ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഹരീഷ. കാശ്മീരി ഹരീഷ നല്ലൊരു ഡിഷാണ് കാശ്മീരിലുള്ള. ഒരു 250 പോർഷമായി ചുരുങ്ങിയ 2 കഴിക്കാം. പക്ഷേ ഞങ്ങളറിയാതെ 4 ഓരോ പോർഷൻ വീതം വാങ്ങി പെട്ടു ഗൈസ്. കഴിയണില്ല, ഇപ്പം വാരി തിന്നു. അനങ്ങിയിട്ടില്ല. ഇതിപ്പോൾ കഴിയും. ഇത് പിന്നെ എന്തും പോവും, വിഷയമല്ല. എന്നെ കൊണ്ട് കഴിയണില്ല ഗൈസ്. എന്ത് ചെയ്യും നമ്മൾ, എന്ത് ചെയ്യും മല്ലയ്യ. ചായ ആണെങ്കിൽ ഉപ്പ്, ഇതും തീർക്കാൻ കഴിയുന്നതാണ്. കഞ്ഞി വെള്ളം, ഉപ്പിട്ട ചായ. ആഹാ, 18 മണിക്കൂർ 18 മണിക്കൂർ കുക്ക് ചെയ്ത് ആകണാണ് ഈ സാധനം.
പോണില്ലല്ലോ സുഹൃത്തുക്കളെ. ഞങ്ങൾ പാർസൽ ചെയ്യാണ്. എവിടെയും വെച്ച് ചെറു മട്ടത്ത് തിന്നാം. മലയാളികൾ ഇൽഷാദ് റെസ്റ്റോറന്റിലാണ് നമ്മളുള്ളത്. നാട്ടിക്ക് പെഹൽഗാമിലേക്കുള്ള യാത്രക്കിടയിലാണ്. കോടമൂടി 82 502 അങ്ങനെയാണോ അല്ലേ? പരിപാടികൾ ബുക്ക് 80 82 502 അല്ലേ? ഓക്കെ. അപ്പൊ അടിച്ചില്ല പെട്ടത് ഒരാൾ കില്ലാടി അല്ലേ? നമ്പർ പെട്ടെന്ന് അവിടെ പഠിക്കും. മുന്നിലേക്ക് നോക്കൂ. ജസ്റ്റ് ഫേസ് ഒന്ന് എടുക്കാണ്. ഫേസ് കൊടുക്കാം. കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതേമാതിരി കുറെ സംഭവങ്ങൾക്ക് മരുന്നാണ്. ഫോളിക് ആസിഡ് ഉണ്ട് ഇതിനകത്ത്. പല അസുഖങ്ങൾക്കുള്ള മരുന്നാണ് ഇത് പറയുന്നത്. And you does not need to consume Shilajit lifetime. It is 1.5 month course and this is life pack. A person needs only 250 grams in his whole life. After this, he does not need to consume Shilajit anymore. It continue for 4 months, 5 months is enough. But you need to take daily. And how to use in this size. Okay. For back pain, joint pain, weight gain, gym person, PCOS, PCOD problem with hot milk. You need to take minimum 200 ml milk, hot milk. Put in it, it will dissolve itself, or you can dissolve it with teaspoon. Okay. It will dissolve within 30 seconds. After this, you can drink it. And if anyone has diabetes, thyroid, they need to take in hot water. And if anyone has used for weight loss, fat burn, they need to take in hot water in early morning. But you can add a lemon also for weight loss. And it will give you result quickly within 2 weeks. And this is life pack. Only you need to this pack. In your whole life. ഇത്ര നേരം അദ്ദേഹം പറഞ്ഞത് ഇത് ഈ സാധനങ്ങൾ കുങ്കുമപ്പൂ ഐറ്റംസ് പിന്നെ പല സാധനങ്ങളും ഇതിലുണ്ട്. ഇതൊക്കെ പല ചെറിയ അസുഖങ്ങൾക്ക് മരുന്നാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ആബിദ് കേസർ മഹൽ എന്ന ഷോപ്പിൽ കയറുക. നിങ്ങൾക്ക് വേണ്ട സാധനം പർച്ചേസ് ചെയ്യുക. നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ആർട്ടിക്കിൾ പ്രകാരമാണ് പാക്കുക്കിപ്പാട് കാശ്മീർ ഇന്ത്യക്കായ വയസ്സേറ അതാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് അത് വേണ്ട. പാകിസ്ഥാനാണ് അപ്പൊ അതിന്റെ അതോറിറ്റി ഇത് ജസ്റ്റ് നെയിമിൽ മാത്രമേ POK അതിന്റെ അതോറിറ്റി പാകിസ്ഥാനിൽ എന്തെങ്കിലും അതോറിറ്റി ഉണ്ടോ? പാകിസ്ഥാൻ അതോറിറ്റി ഉണ്ട്, ഇന്ത്യക്ക് അതോറിറ്റി ഉണ്ട്. രണ്ടാൾക്കുണ്ട്. കാശ്മീർ ഇന്ത്യക്ക് വിവരമുള്ള പറയുന്നത് കേട്ടുള്ളൂ. പൃഥ്വിരാജിന്റെ അങ്ങനെയുള്ള ചുളികൂട് വലിഞ്ഞു കയറുന്ന സ്ഥലങ്ങള് അവിടെ വലിഞ്ഞു കയറാ നടന്നു പോവാ വിഷയമില്ല. രണ്ടോ അയൽവാസികളാ ഇതേമാതിരിയാണ് നമ്മൾ മനസ്സിലാവില്ല. ശരിയാണ്. കാരണം ഇവിടെ എത്ര പട്ടാൾക്കാർ ആവശ്യമില്ല. അവിടെ ക്ലോസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ മാത്രം നിർത്തിയാൽ മതി. പറ്റൂല. പറ്റാത്തതുകൊണ്ട് എല്ലാ സിറ്റിയിലും നിർത്തേണ്ട അവസ്ഥയാണ്. ഇവിടെ തന്നെ എത്ര ആൾക്കാർ വേണല്ലേ? ആർട്ടിക്കിൾ 370 ആണ് പറയുന്നത്. മോദിയാണ് പറഞ്ഞത്. കാശ്മീർ നമ്മളിപ്പോൾ ആപ്പിൾ വാലിയിലാണ്. ആപ്പിൾ തോട്ടം. एप्पल किधर मिलेगा? इधर ही मिलेगा. हम देगा ना एप्पल. जूस भी पिलाएंगे. ആപ്പിൾ ജ്യൂസ് फ्रेश. हाँ ഫ്രഷ്. ഇത് ആപ്പിൾ ജ്യൂസ് ഫ്രഷ് ആണ്. मशीन में बनाते हैं. एप्पल चटनी, एप्पल पिकल, जाम, एप्पल ആപ്പിൾ टेस्ट करेगा? हाँ टेस्ट कीजिए सर. टेस्ट करने का. देखो भाई आराम से टेस्ट करने का. अरे वीडियो എടുക്കടാ. ആപ്പിളിന്റെ പിക്കിളോ बढ़िया है. एप्पल चटनी में 5 varieties एप्पल मदर. ओके. फर्स्ट वन दिस वन एप्पल पिकल. इसमें भी 5 varieties है. ആപ്പിൾ സീസൺ അല്ല, പക്ഷേ ചെറിയ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് നമുക്ക് നല്ല ഫ്രഷ് ആപ്പിൾ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ കിട്ടുന്നു. കിഡിലെ ജ്യൂസാണ്.
एप्पल वैली का ये इसका बॉटल है नो सर बोतल ओनली 5 मिनट्स तक रहेगा ये बस एप्पल वाली क्योंकि गलत क्यों बोलेंगे ये रहेगा 1 घंटा वो गलत बात होगा इधर ही पीने का बस ഈ ചെറിയ റോഡുകളിലൂടെയാണ് പെഹൽഗാമിലേക്കുള്ള നമ്മുടെ യാത്ര. മികച്ച നല്ല കാഴ്ചകളും പ്രകൃതിരമണീയമായ കാഴ്ചകളും കണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാഹനം പെഹൽഗാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പെഹൽഗാമിലെത്തി. ഇഷ്ടം പോലെ ഹോഴ്സ് ഉണ്ട്. ഹോഴ്സ് റൈഡിന് വേണ്ടി ഹോഴ്സ് റൈഡ് ഉണ്ടെന്നാണ് നമ്മൾ അറിയണത്. പെഹൽഗാമിലാണുള്ളത്. ഹോഴ്സ് റൈഡിനുള്ള ഹോഴ്സുകളാണ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മള് പോയി നോക്കുക. ഇവിടെയൊക്കെ മഞ്ഞ് മൂടുന്ന നേരമാണ്. പക്ഷേ മൈ ഗോഡ് ഇപ്പോൾ ഈ നേരം മഞ്ഞില്ല. വെള്ളമുണ്ട്. കുതിരമേലുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല അനുസരണമുള്ള കുതിരകളാണ് ഞങ്ങൾ കിട്ടിയത്. ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് വരും. അതിന് പറ്റിയൊരു കുതിരക്കാരനും. ഫുൾ അഡ്വഞ്ചർ കേട്ടപ്പോഴേ ഫാനിനോട് പറയാണ് കുഴപ്പമില്ല മോളിൽ നോക്കാന്ന്. ഇതിപ്പോ മോളിപ്പോ എത്തും അറിയില്ല. ഉണ്ട് എടുക്കണ മെർസിഡീസിന്റെ ജി വാഗൻ ഇല്ലേ, ജി വാഗന് 600 കുതിരന്റെ ശക്തിയാണ്. അപ്പൊ ആലോചിച്ച് നോക്ക് ഏത് ഷാവുലെ എങ്ങനെയുണ്ട് കുതിര സവാരി? എൻജോയ് ചെയ്യാൻ പറ്റും. പ്രകൃതി ഒന്നും ആസ്വദിക്കാൻ പറ്റണില്ല. കാരണം കുതിര ഓഫ് റോഡ് കൂടെ പോണത്. ഇതിനൊക്കെ പറഞ്ഞോ 100 കിലോമീറ്റർ താണ്ടി നമ്മൾ പെഹൽഗാമിൽ നിന്ന് കുതിരമ താണ്ടി വന്നു. എൻ്റെ കുതിര കുഞ്ഞുമോൻ, ഞാൻ പേരിട്ടു കുഞ്ഞുമോൻ. നോക്ക് കുഞ്ഞുമോൻ. ഇല്ലടാ ചില്ലറൊന്നുമില്ല. പിന്നെ ചെയ്യാം. ഇതിന് കുതിരക്ക് കൺഫ്യൂഷനായി. സുബ്ഹാനല്ലാഹ്. വളരെയധികം മികച്ച പവറാണ് ഈ കുതിരകൾക്കുള്ളത്. ഭയങ്കരമായ കൺട്രോളിംഗ് ആണ്.
മണ്ണും ചതുപ്പുകളും നിറഞ്ഞ വഴികളിലൂടെ നമ്മളെ കൊണ്ട് വളരെ വേഗത്തിലും പതുക്കെയും അതിൻ്റേതായ രീതിയിൽ പോയി. ഇപ്പോൾ വീഴുന്ന നമ്മൾ കരുതെങ്കിലും പക്ഷെ വീഴൂല. അതങ്ങനെയാണ്, കുതിരകൾക്ക് അതിൻ്റെ ഇത് ശീലമായിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് പെഹൽഗാമിലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിപ്പോൾ ഏകദേശം എത്ര ഹൈറ്റ് ഉണ്ടാവും? കുതിരമ്മലാണ് വന്ന്, അതാണ് രസം. പെഹൽഗാമിൽ നിന്നും കുതിര സവാരി കഴിഞ്ഞു, കുറേ മുകളിലെത്തി. മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, ഈ സ്ഥലത്തിന്. ഓ വാട്ട് എ ബ്യൂട്ടി! ഓ മഞ്ഞുമല. അൽഹംദുലില്ലാ. പെഹൽഗാമിലുള്ള മിനി സ്വിറ്റ്സർലാൻഡാണ് നമ്മളുള്ളത്. ഓ എല്ലാ അഡ്വഞ്ചർ സ്പോട്ടും ഉണ്ടോ നോക്കി പോവാണ്. ഇതൊക്കെ നമ്മൾ തേടി തേടി പോവുകയാണ്. എല്ലാം നമ്മൾ തേടി തേടി പോവുകയാണ്. ഓ മോൻ ഫോട്ടോഷൂട്ടിലാണ് അവൻ. ഹേയ് ഷാവൽ, സേ ഹായ്. ഹേയ് റൈഡ് കഴിഞ്ഞെത്തി. ആ കാണുന്ന മല മുകളിലാണ് നമ്മൾ പോയത്, മിനി സ്വിറ്റ്സർലാൻഡ്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന മിനി സ്വിറ്റ്സർലാൻഡ്, ആ മലൻ്റെ അപ്പുറം. ഓ വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഗൈസ്. തിരിച്ചിറങ്ങി. ഓ മൈ ഗോഡ്. കുതിര പാർക്ക് ചെയ്യണ സ്ഥലം, കുതിര പാർക്കിംഗ്. 4 ആൾക്കും കൂടി 3600 രൂപയായത്. പക്ഷെ വളരെ വണ്ടർഫുൾ ഒരു പരിപാടിയായിരുന്നു. ഓക്കെ, താങ്ക് യു. കേരള 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 താങ്ക് യു. ബാരി ഓടാന്നൊക്കെ പറയണമെന്നാണ്, അറിയില്ല. വണ്ടിയുണ്ട്. ലിയോ മൂവിയിൽ റൗഡിയാള് ചായ വിൽക്കുന്ന സ്ഥലം അത് വിജയിന്റെ കട. ഇത് റൗഡിയാള് വന്ന് ചാടിക്കുന്ന കട. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കോ. ഇവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, ചാവലും ഫലവും. അവിടെ ചോക്ലേറ്റ് കോഫി ഇല്ലാന്നാ പറഞ്ഞത്. ചോക്ലേറ്റ് കോഫി. നമ്മള് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ നമ്മളെ വിജയുടെ ലിയോ ആയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായ വിജയുടെ ആ കഫേ ഉണ്ടല്ലോ, അവിടെയാണുള്ളത്. ഇത് കൂടിയാണ് വിജയ് ആ വെട്ട് കൊണ്ടുപോകുമല്ലോ. ആരെ വെട്ട്? ഹൈനൻ്റെ വെട്ട് പുറത്ത് കൊള്ളുമല്ലോ. ആയിക്കോട്ടെ, നടന്നിങ്ങനെ പോണ ഇതാണത്. ഓഹോ, വിജയ് ലിയോ ഇവിടെയാണത്. അതെ, CRPFന്റെ വണ്ടികളാണ് നമ്മൾ കാണുന്നത്. കൊരകളൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണും, കാരണം നമ്മളെ എല്ലാവരെയും ഹെൽത്ത് കുറച്ച് വീക്കാണ്. പട്ടാളക്കാർ, CRPFന്റെ വണ്ടികളാണ്. പട്ടാളക്കാർ അങ്ങനെയല്ല പറയാ, പട്ടാളക്കാർ. എന്താ ഒരു സൈഡ് ഫുള്ള് ആർമി മാത്രമാണ് പോണത്. നമ്മളെന്തോ പിടിച്ചിട്ടിരിക്കുകയാണ്, എന്താ വിഷയം എന്നറിയില്ല. ആർമി വണ്ടികൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, കുറച്ച് നേരമായി. അങ്ങനെ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിരുന്ന ജമ്മു കാശ്മീരിൻ്റെ തെരുവ് വീഥികളുടെ അടിയിൽ കൂടെ
ഗൈസ് എന്ത് ഇഷ്ടം പോലെ പോകുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ. ഇഷ്ടം പോലെ. സുഹൃത്തുക്കളെ, ഇന്നത്തെ രാത്രിക്കത്തുള്ള ഫുഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാശ്മീരി വീഥികളിൽ നല്ല കിഡിലൻ ഫുഡാണ് ഇവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി. അപ്പോൾ ഈ ഫുഡ് കഴിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ബെല്ലൈക്കൂടെ നോക്കിക്കോളി. നാളെ ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.